ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വേദി ധന്യമാക്കിയ സുന്നി കേരളത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന SSFൻ്റെ കർമ്മഭടന്മാരെ, മറ്റു ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപൂർവമായൊരു സദസ്സ്, അപൂർവമായൊരു വേദി നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിൽ പടച്ച തമ്പുരാനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരിക്കൽ കൂടി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്നിരുന്നു, ഒരു പത്രപ്രവർത്തകൻ്റെ കൗതുകത്തോടു കൂടി നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി. ആ അവസരത്തിൽ പ്രഗത്ഭനായ എഴുത്തുകാരനും കഥാകൃത്തുക്കുമായ MS മാധവനോട് എന്താണ് ഈ സദസ്സിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇറ്റ് ഈസ് എ റയർ സീൻ എന്ന് പറഞ്ഞ അപൂർവമായൊരു കാഴ്ച. എന്താണ് അതിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ, അച്ചടക്കം അച്ചടക്കം അച്ചടക്കം. അദ്ദേഹം വികാരം കൊള്ളുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് ഒരു കഥയല്ലെങ്കിലും ഒരു വലിയൊരു ലേഖനമെങ്കിലും ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, സമരമാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് മുദ്രാവാക്യം ഒഴുകിക്കൊണ്ട് ഇവിടെ 2 ദിവസമായി ഇരിക്കുന്ന ഈ SSFൻ്റെ കർമ്മഭടന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൂടോ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ കാലുഷ്യമോ ഒന്നും തന്നെ ഒരിക്കലും പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വാക്കും, അതുപോലെ തന്നെ ഇവിടെ വേദിയിൽ വന്ന് അഭിസംബോധന ചെയ്തവരുടെ ഓരോ വാക്കും ആധികാരമായി കുറിക്കുന്ന എനിക്കറിയുന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ പാറ്റ്നയിൽ നിന്നും ഞാൻ ഇവിടെ വന്നത് സാർത്ഥകമായി എന്ന് അദ്ദേഹം മെല്ലെ ചൊല്ലുകയുണ്ടായി. ഈ സദസ്സ് അങ്ങനെയുള്ളൊരു സദസ്സാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ കൂട്ടായ്മക്കോ ഇത്രക്കും ശുഭ്രത മാത്രമല്ല, ഇത്രക്കും ശാന്തതയും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഔജ്വല്യമേറിയ കുറേ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും സാരഥ്യവും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ എഴുതി വെക്കും. 2013 ഏപ്രിൽ അവസാന വാരത്തിൽ ഞങ്ങൾ കൊച്ചിയിൽ സമ്മേളിച്ച അവസരത്തിൽ അവിടെ ചരിത്രത്തിൻ്റെ നാന്ദി കുറിച്ച കുറേ ചിന്താ പദ്ധതികളും അതോടൊപ്പം തന്നെ ആശയപരമായ ദൃഢമായ പ്രത്യശാസ്ത്രങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത്. പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഗതിമാറ്റം എന്നതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ സംഘാടകരോട് പറയേണ്ടായി, യഥാർത്ഥത്തിൽ ഈ വിഷയം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ അവർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി, ഇത് യഥാർത്ഥത്തിൽ സംഘടനക്ക് പുറത്തു നിന്നുള്ള ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു, ഒരു പത്രപ്രവർത്തകൻ്റെ ചരിത്ര വിദ്യാർത്ഥിയുടെ നിരീക്ഷണത്തിൽ എങ്ങനെ ഇത് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഒരുപക്ഷെ ആദ്യമായി നാന്ദി കുറിച്ചത് റിസാലയാണ്. റിസാലയുടെ ഒരു സ്പെഷ്യൽ പതിപ്പിൽ ഈ എളിയവൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം ഒരു പുനർവായന അനിവാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ലേഖനമുണ്ടായി. വളരെ ചെറിയൊരു ലേഖനമാണ്. ആധികാരികമായ ഗ്രന്ഥങ്ങളെ അവലംബിക്കാനോ
അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് ആലോചിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷറഫുദ്ദീൻ സാഹിബ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ചെറിയ ലേഖനത്തിൽ ഊന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും എണ്ണുന്നത് 1922, ഒരു പ്രത്യേക ഡേറ്റ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദമെടുത്ത എന്നെ സംബന്ധിച്ചോളം, എന്നെയും ഹുസൈൻ രണ്ടത്താണിയെ പോലെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ഒരു കൃത്യമായി ഒരു നവോത്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ചു എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. ഈ അസംബന്ധം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടുപൂ വിരിയുന്നത് കണ്ട് വസന്തം വന്നു എന്നൊക്കെ പറയും പോലെയാ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ന് നിലനിൽക്കുന്ന കാഴ്ചപ്പാട്, മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന കാഴ്ചപ്പാട്, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രഗത്ഭരെ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് എല്ലാം തന്നെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതിന് SSFൻ്റെയും റിസാലയുടെ നേതൃത്വത്തിലൊരു ചിന്താപരമായ ഒരു സംവാദപരമായ ഒരു പരമ്പര തന്നെ വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് നന്നായി കുറിക്ക് കൊണ്ടു എന്ന് മാത്രമല്ല, ഈ വിഷയം അവതരിപ്പിച്ച ഞാൻ അടക്കം നവയാഥാസ്ഥികരായി മാറി. നവയാഥാസ്ഥികർ നിയോ ലിബറൽ എന്ന് പറഞ്ഞാൽ ബുഷിൻ്റെ ആൾക്കാരാ. ജോർജ് ബുഷിനെ ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പറഞ്ഞയച്ച ആത്യന്തിക രാഷ്ട്രീയവാദികൾ, ആത്യന്തിക ചിന്താഗതിക്കാരാണ് നിയോ ലിബറൽ, നിയോ കൺസർവേറ്റീവ്. ഈ നിയോ കൺസർവേറ്റീവായവരുടെ കൂട്ടത്തിൽ നമ്മളൊട്ട ഉൾപ്പെടുത്തി. അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും കുറിക്ക് കൊണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി അല്പം മുന്നോട്ട് നീങ്ങിയ അവസരത്തിലാണ് എനിക്ക് മനസ്സിലായത്, ഈ നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കണമെങ്കിൽ വ്യക്തികളാവട്ടെ സംഘടനകളാവട്ടെ അവർ വന്ന കാലഘട്ടത്തെയാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തായിരുന്നു? അവരെന്തുകൊണ്ട് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചു? ഖുർആന്റെയും ഹദീസിന്റെയും പ്രാമാണികതയിൽ നിന്ന് എന്തുകൊണ്ട് വ്യതിചലിച്ചു? അങ്ങനെ വ്യതിചലിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചേതോ വികാരങ്ങൾ എന്തൊക്കെയാണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ SSFൻ്റെ പ്രവർത്തകരോട് ഞാൻ സൂചിപ്പിക്കാനുള്ളത്, അവർ വന്ന കാലഘട്ടത്തെ നന്നായി പഠിക്കണം. ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യശാസ്ത്രത്തെ, ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ സംവിധാനത്തെ, ആ കാലഘട്ടത്തിൻ്റെ കാലുഷ്യത്തെ പഠിക്കുമ്പോഴാണ് എവിടെ ഇസ്ലാമിൻ്റെ തനതായ രൂപം നിൽക്കുന്നു, ഈ കടന്നു വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളോടും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് വന്ന മറ്റ് ചിന്താധാരകളും എവിടെ പിഴക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ സൂചിപ്പിക്കേണ്ടായി, സാധാരണ കേരളത്തിലെ മുസ്ലിം പരിഷ്കരണ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എണ്ണുന്ന സമയത്ത് തുടങ്ങുന്നത് ഏതായിരിക്കും? സനാഉല്ലാ മക്തി തങ്ങൾ മുഖേനയാണ് ആദ്യം തുടങ്ങുന്നത്. സനാഉല്ലാ മക്തി തങ്ങൾ, അതുപോലെ തന്നെ ഹമദാനി തങ്ങൾ, വക്കം മൗലവി തുടങ്ങി പിന്നീട് 1922 ആകുമ്പോഴേക്കും ഐക്യസംഘം. ഇവിടെയാണ് പ്രശ്നം. ആ ലേഖനത്തിൽ ചോദിച്ച ഒരു ചോദ്യം, എന്താണ് പരിഷ്കരണ പ്രസ്ഥാനം, എന്താണ് നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന പ്രസ്ഥാനങ്ങളാവട്ടെ വ്യക്തികളാവട്ടെ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൻ്റെ സമൂഹത്തോട് എന്താണ് ആവശ്യപ്പെട്ടത്, എന്താണ് ആഹ്വാനം ചെയ്തത്, എന്തുകൊണ്ട് ആഹ്വാനം ചെയ്തു? അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കണ്ടിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനം തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ തൗഫത്തുൽ മുജാഹിദീൻ മുതലാണ് എന്നൊരു ചരിത്ര വിദ്യാർത്ഥി നിലക്ക് വാദിക്കാൻ തുനിഞ്ഞാൽ ഞാൻ പറയാൻ തയ്യാറാണ്. കാരണം ഒരു പക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ സാമ്രാജ്യത്തിനെതിരെ ആദ്യമായി രചിച്ച ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ തൗഫത്തുൽ മുജാഹിദീന. നിങ്ങൾ നോക്കിക്കോ, വേറെ ഏതെങ്കിലും വൻകരയിൽ, യൂറോപ്പിലാവട്ടെ ആഫ്രിക്കയിലാവട്ടെ ഏഷ്യയിലാവട്ടെ, ഒരു പക്ഷെ ആദ്യമായി രചിച്ചത് ഈ ഗ്രന്ഥമാണ് തൗഫത്തുൽ മുജാഹിദ, ദ ട്രോഫി ഫോർ ദ വിക്ടേഴ്സ്. വിജയികൾക്ക് കിരീടം, വിജയികൾക്ക് ട്രോഫി. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി ഒരു വെല്ലുവിളി ഉയർന്ന അവസരത്തിൽ
ആ വെല്ലുവിളിയെ ബുദ്ധിപരമായി സമാധാനപരമായി എങ്ങനെ അതിജീവിക്കണമെന്ന് കാണിക്കുന്ന മാർഗനിർദ്ദേശം നൽകുന്ന കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ലോകത്തിലെ 10-20 ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവസാനമായി ബാൽക്കാൻ ഭാഷയിലെ ചെറിയൊരു ഭാഷയിലേക്ക് പോലും അത് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പുരോഗമന പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ, മാധ്യമ പ്രവർത്തകർ തുഹ്ഫത്തുൽ മുജാഹിദീനെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി എണ്ണുന്നില്ല? വളരെ സമാധാനപരമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഇവിടെ തൗഹീദിൻ്റെ പായക്കപ്പൽ അറേബ്യൻ തീരത്ത്, അറബിക്കടലോരത്ത്, പ്രത്യേകിച്ചും കോഴിക്കോടും കൊടുങ്ങല്ലൂരിലും കൊല്ലത്തൊക്കെ തന്നെ നങ്കൂരമിട്ടിരുന്നു. ഒരു മുസ്ലിം സമൂഹം ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സഹകരണത്തോടും മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ നാഗരികതയുടെ എല്ലാ ശോഭനമായ വശങ്ങളും തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശോഭനമായ ഒരു മുഖവുമായി ഒരു മുസ്ലിം സമൂഹം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ വളർന്ന അവസരത്തിൽ പെട്ടെന്ന് 1487 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ വരുന്നതോടുകൂടിയാണ് നാശത്തിൻ്റെ തുടക്കം വരുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേബ്യനുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ കച്ചവട ബന്ധത്തിന് വിഘാതമേൽപ്പിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരും സാമൂതിരിയും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കാനും വേണ്ടിയുള്ള ശ്രമം ഉണ്ടായി. ആ ശ്രമത്തിനെതിരെ ധീരമായ ഒരു ദൈക്ഷണികമായ തൂലികാപരമായ ഒരു ചലനമാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെന്ന് നിർവഹിച്ചത്. തീർന്നില്ല. അതും കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ മുബീൻ അതിൻ്റെ മറ്റൊരു തുടർച്ചയാണ് വരുന്നത്. വ്യക്തമായ വിജയമുണ്ടായി. എങ്ങനെ വിജയമുണ്ടായി? പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയും അതുപോലെ തന്നെ മലബാറിലെ കോഴിക്കോട്ടെ മുസ്ലിങ്ങളും ഒരുമിച്ചും കൊണ്ട് ചാലിയം കോട്ട ആക്രമിക്കാൻ വരുന്ന സമയത്തിൽ പോർച്ചുഗീസുകാരെ തകർത്തു. ചരിത്രകാരന്മാർ പറയുന്നത് ചാലിയം കോട്ട സാമൂതിരിയുടെ കഴുത്തിന് നേരെ വെച്ച കത്തിയായിരുന്നു. കോഴിക്കോടിൻ്റെ എല്ലാ വികാസത്തിനും തന്നെ അത് പ്രതിബന്ധമായിരുന്നു. പക്ഷെ അതിനെതിരെ ഫത്ഹുൽ മുബീൻ എഴുതിയെന്ന് മാത്രമല്ല, ഗുജറാത്തിലെ ആദിൽ ഷാ രാജാവിനോടും അതുപോലെ തന്നെ ഈജിപ്തിലെ രാജാക്കന്മാരോടും അന്നത്തെ തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രാജാക്കന്മാരോട് പറഞ്ഞ് സഹായിക്കേണ്ടിയിരിക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ. അവരുടെ മുന്നിൽ വലിയ മുസീബത്ത് വന്നിരിക്കുക. ഇതുവരെ ഇല്ലാത്ത പറങ്കികൾ സമാധാനം തകർത്തിരിക്കുക. കോഴിക്കോട് സാമൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമൈത്രിക്ക് പെരുകെട്ടൊരു മനുഷ്യനാ. ഒരുപക്ഷെ ലോകത്തിലെ അന്ന് ഏറ്റവും സത്യസന്ധമായ സിറ്റി ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ തുറമുഖമാണ് കോഴിക്കോട്. കോഴിക്കോട് കാലുഷ്യം വിതക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞും കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഈജിപ്തിലേക്കും അതുപോലെ തന്നെ തുർക്കിയിലേക്കും ഗുജറാത്തിലേക്ക് തന്നെ സന്ദേശം എത്തിയ അവസരത്തിൽ അവർ സേനകൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് 100ഓളം കപ്പലുകൾ കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയുണ്ടായി എന്ന് പോലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പക്ഷേ അവസാനം അവരൊന്നും വരാതെ തന്നെ സാമൂതിരിയുടെ പട്ടാളവും മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് പരാജയപ്പെടുത്തി പോർച്ചുഗീസുകാരെ. അതിനെയാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫത്ഹുൽ മുബീനെ കുറിച്ച് നമ്മുടെ പുരോഗമന ആശയക്കാർ ഒരിക്കലും തന്നെ എവിടെയും പറയില്ല. ചരിത്രകാരന്മാർ ഒരിക്കലും തന്നെ നവോത്ഥാനത്തിൻ്റെ അവബോധത്തിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് പറയേണ്ടത്? മുസ്ലിം സമൂഹത്തിൻ്റെ കേരളത്തിലെ കോഴിക്കോട്ട് ചെറിയൊരു പ്രശ്നം ആഗോള മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമായി മാറ്റിയിരിക്കുന്നു ആ സമയത്ത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയാറില്ല. ഗാന്ധിജി, മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത് 1920-കളിലും 30-കളിലുമാണ്. ബ്രിട്ടീഷ് ഉൽപ്പന്നം ഒരിക്കലും തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടുത്തെ കുടിൽ വ്യവസായത്തെയും അതുപോലെ തന്നെ സാമ്പത്തിക അടിത്തറയും തകർക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അതുപോലെ തന്നെ നിദേശ പ്രസ്ഥാനം തുടങ്ങി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി അവരുടെ ആധിപത്യത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നികുതി തരാൻ എനിക്ക് മനസ്സില്ല, ഇസ്ലാമികപരമായി രാഷ്ട്രീയപരമായി എനിക്ക് ബാധ്യതയില്ല എന്ന് 1819 ബഹുമാനപ്പെട്ട ഉമർ ഖാദി ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉമർ ഖാദി ചരിത്രത്തിൽ എവിടെയും തന്നെ എടുത്തു പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു ചെറിയൊരു ചരിത്രപരമായ വസ്തുത സൈനുദ്ദീൻ മഖ്ദൂമിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി മുഹമ്മദിനെയും അതുപോലെ തന്നെ ഉമർ ഖാദിയൊക്കെ മാറ്റി നിർത്തുന്ന നവോത്ഥാനം 1922 1922
4-5 പേരും കൂടി ഉണ്ടാക്കിയ ഒരു സംഘടന മുതലാൾക്കാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം അറിയുന്നവർക്ക്, അല്പം വസ്തുതയുമായി ബന്ധപ്പെട്ടവർക്കത് അറിയാൻ സാധ്യതയില്ല, വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും ഇന്നും എണ്ണുന്നുവെന്ന് മാത്രമല്ല, അതിൻ്റെ 90-ാം വാർഷികം ഒരു വിഭാഗം കൊണ്ടാടി, മറ്റൊരു വിഭാഗം 100-ാം വാർഷികം കൊണ്ടാടിയിരിക്കാം. 100-ാം വാർഷികം കൊണ്ടാടിയെന്ന് എങ്ങനെയാണ് നമുക്കറിയില്ല. നവോത്ഥാനത്തിൻ്റെ 100-ാം വാർഷികം. ഇനി ഈ മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന വിഭാഗം കൊണ്ടാണ് നവോത്ഥാനം, പരിഷ്കരണം എന്തൊക്കെയാ? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നിരവധി ഹൈന്ദവ നവീകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീനാരായണ ഗുരു, അതുപോലെ സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൾപ്പു, കുമാരനാശാൻ, വീട്ടി വട്ടതിരിപ്പാട് തുടങ്ങിയ കുറേ പ്രഗത്ഭരായ പരിഷ്കരണകർത്താക്കൾ ഉണ്ടാകിയിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ. ഹിന്ദു സമൂഹത്തിലെ ജാത്യാചാരങ്ങൾക്കെതിരെ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായിരുന്നു ചട്ടമ്പി സ്വാമികൾ പൊരുതിയത്. ഈഴവ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ശ്രീനാരായണ ഗുരു പൊരുതിയത്. ഡോക്ടർ പൾപ്പു, അതുപോലെ തന്നെ ഡോക്ടർ സഹോദരൻ അയ്യപ്പൻ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ, സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ചു. ആ കാലഘട്ടത്തിൽ ഈഴവ സ്ത്രീകൾക്ക് മറക്കാൻ പാടില്ലായിരുന്നു. അവരുടെ മാറിടം അല്പം വളർന്നു കഴിഞ്ഞാൽ മുലക്കരം കൊടുക്കണമായിരുന്നു ആ കാലഘട്ടത്തിൽ. ബ്രാഹ്മണ കുടുംബത്തിലെ അന്തപുരങ്ങളിലെ സ്ത്രീകളിൽ ഒരുത്തി മാത്രമേ കല്യാണം കഴിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവസാനം വിധിക്കപ്പെട്ടത് ശവദാഹമായിരുന്നു. ഇത്രമാത്രം സാമൂഹ്യപരമായ അസമത്വങ്ങളും സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളും സാമൂഹ്യമായ അത്യാചാരങ്ങളും അനാചാരങ്ങളും കൂടി കുത്തിവാടുന്ന അവസരത്തിൽ ഈ നേതാക്കന്മാർ പരിഷ്കരണ ആഹ്വാനമായി രംഗത്തേക്ക് വന്നു. പക്ഷെ നിങ്ങളിത് ചിന്തിച്ചു നോക്ക്, ഏതെങ്കിലും കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഈ തരത്തിലുള്ള പരാധീനതകൾ നേരിട്ടിട്ടുണ്ടോ? ഒരിക്കലും നേരിട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ, എൻ്റെ പ്രഗത്ഭനായ ചരിത്രകാരൻ ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ ഇതര സമുദായങ്ങളിലെ സ്ത്രീകൾ അനുഭവിച്ച തരത്തിലുള്ള യാതനകളോ വേദനകളോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടാകും അവർക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, അവർക്ക് മലയാളം ഭാഷ അറിയില്ല. പക്ഷേ അവർക്ക് മലയാളം അറിയാമായിരുന്നു. അവർ എഴുതിയത് അറബി മലയാളത്തിലാണെന്ന് മാത്രം. ഇവിടെ നടക്കുന്ന SSFൻ്റെ എക്സിബിഷനിൽ ഒരു അന്വേഷണം നടത്തിയ അവസരത്തിൽ 3 സ്ത്രീകളുടെ പ്രധാനപ്പെട്ട കൃതികളെ കണ്ടു. വലിയ ഉമർ ഖിസ്സ CH കുഞ്ഞാഴ്ചയാണ് എഴുതിയിരിക്കുന്നത് അറബി മലയാളത്തിൽ. അതിൻ്റെ 15-ാം പതിപ്പിറങ്ങിയിരിക്കുകയാണ്. 2000 കോപ്പി വീതമുള്ള 15-ാം പതിപ്പ്. അതുപോലെ തന്നെ മംഗലാങ്കാര മാമിനക്കുട്ടിയുടെ വകയാ, ചന്ദ്രസുന്ദരിമാല PK ഹലീമയുടെ വകയാ. ഈ നവോത്ഥാന പ്രസ്ഥാനക്കാരും പരിഷ്കരണവാദികളും വരുന്നതിന് മുമ്പ് വീട്ടിൻ്റെ അകത്ത് അച്ചടക്കത്തോട് ഇരുന്ന് എഴുതിയ കൃതികളാണിത്. അവർക്ക് ഒരു പക്ഷേ റിയാലിറ്റി ഷോ ഉണ്ടായിരിക്കില്ല, അത് വേറെ കാര്യമോ. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ നേതൃത്വം വഹിച്ചിരുന്നു. പക്ഷേ അച്ചടക്കത്തോടു കൂടി തെരുവിലായിരുന്നില്ല. നിങ്ങൾ അറിയോ, കുഞ്ഞിമായിൻ ഹാജി എന്ന് പറയുന്ന സമ്പന്നനായ അദ്ദേഹത്തിൻ്റെ ഉമ്മ ആയിഷ ബി, അവിടെ കണ്ണൂർ പുന്നാട, അദ്ദേഹം വർഷാവർഷം മക്കയിലെ അന്നത്തെ ഗവർണർക്ക് സംഭാവനകൾ അയക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസമുണ്ടായിരുന്ന അവസരത്തിൽ അന്നത്തെ ഗവർണർ 1,00,000 സ്വർണ്ണ നാണയത്തിന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ അവസരത്തിൽ അറക്കൽ ബീവി മുഖേന കൊടുത്തു അയച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. വിവിധ ദേശങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ ധർമ്മം നൽകിയും ദാനം നൽകിയും അന്നപാനീയങ്ങൾ നൽകിയും അതുപോലെ തന്നെ വളരെ ധന്യമായ ജീവിതം നയിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. അറക്കൽ ബീവി ഉണ്ടായിരുന്നു, രാജാത്തി ഉണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിൽ നിന്ന്. പക്ഷെ എന്തേ ഈ 1922 ശേഷം ഐക്യസംഘം വന്നതിന് ശേഷം മാത്രമാണ് മുസ്ലിം സ്ത്രീകൾക്ക് മോചനമുണ്ടായി എന്ന് പറയുന്നത്? എന്ത് മോചനമാണ് ഉണ്ടായത്? മലയാളം ഭാഷ പഠിച്ചെന്ന് വിചാരിച്ച് മോചനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ റോഡിലൂടെ ഇറങ്ങി നടന്നാൽ മോചനം ഉണ്ടാവുമോ?
ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും തന്നെ വീട്ടിൻ്റെ അകത്ത് അച്ചടക്കത്തോടെ ഇരിക്കുന്ന സ്ത്രീകളെയാണ് ഭാര്യമാരായി തിരഞ്ഞെടുക്കുന്നത്. സ്വിറ്റ്സർലാൻഡിൽ പോലും, സ്വിറ്റ്സർലാൻഡിൽ അവസാനമായി ഒരു നിയമം വന്നു, നിയമമല്ല ഒരു വ്യവസ്ഥ വന്നു. ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീക്ക് ആ വർഷത്തെ ട്രോഫി, രണ്ടാമത്തെ ട്രോഫി ഏറ്റവും നന്നായി ഭർത്താക്കന്മാരെ പരിചരിക്കുന്ന ആൾക്ക്. മത്സരം നടക്കുകയാ. മോചനത്തിന്റെ അർത്ഥം എന്താ? സ്ത്രീകളെ അവരുടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്ന് ചന്തയിലൂട്ട് നടത്തി കഴിഞ്ഞാൽ മോചനം കിട്ടുമെന്ന് ഏത് പ്രത്യശാസ്ത്രമാണ് പറഞ്ഞത്? ഏത് ബുദ്ധിജീവിയാണ് പറഞ്ഞത്? നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് മോചനത്തിൻ്റെ കാഹളം ഒതുക്കിയും കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ഘോരം പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ SSFന്റെ കർമ്മഭടന്മാർ മനസ്സിലാക്കേണ്ടത് മോചനം എന്ന് പറയുന്നത് ആദ്യമായി ആധ്യാത്മികമായ മോചനമാ, ആത്മീയമായ മോചനമാ. അവരുടെ വിശ്വാസം അചഞ്ചലമാണോ എന്നാണ് നോക്കേണ്ടത്. പിന്നീട് സാംസ്കാരികപരമായ മോചനമാ. അവർ ഇസ്ലാമിൻ്റെ സാംസ്കാരിക തലവ നിർത്തിയും കൊണ്ടുള്ള ഒരു മുന്നോട്ടമാണോ നടത്തുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ സാംസ്കാരികമായ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്ത് നിന്ന് സബീന പാടുകയും മാല പാടുകയും മധു ചൊല്ലുകയും ഊനാലാടുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കളിത്തമാശകൾ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മുഴുവനും അന്ധകാരത്തിൻ്റെ കാലഘട്ടമാണെന്ന് പറയുന്നത് തനി വിഡ്ഢിത്തമാണ്. ആ കാലഘട്ടത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ, ആ കാലഘട്ടത്തെ ചെറുക്കാൻ മുതിർന്നത് ഒരിക്കലും തന്നെ ഒരു വലിയ അപരാധമായി എടുക്കുന്നത് തെറ്റാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരിക്കലും തന്നെ ഈ മോചനത്തിൻ്റെ പാത എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എഴുതിയ ഹാമിൽട്ടൺ നിങ്ങൾക്കെല്ലാം തന്നെ പരിചയമാ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മുസ്ലിങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സാണുള്ളത്. ഇത് മോഡേണൈസ് ഇസ്ലാം, ഒന്നിക്കൽ ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കുക, അല്ലെങ്കിൽ ഇസ്ലാം ഈസ് ദ മോഡേണിറ്റി, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തെ ഇസ്ലാമവൽക്കരിക്കുക. ഏതാണ് നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന മുഴുവനും തന്നെ ചെയ്തത് എന്താണ്? ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തിരുന്ന സുന്നികൾ ചെയ്യുന്നത് കാലഘട്ടത്തെ ഇസ്ലാമീവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. മോഡേണൈസ് ദി ഇസ്ലാം അല്ല, ഇസ്ലാമൈസ് ദ മോഡേണിറ്റി. കാലഘട്ടത്തെ പരിഷ്കരിക്കുക, കാലഘട്ടത്തെ പരിഷ്കരിക്കുന്നതിന് പകരം കാലഘട്ടത്തെ ഇസ്ലാമീവൽക്കരിക്കുക. അതിൻ്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. നേരത്തെ ആ എക്സിബിഷൻ ആൾ കൂടി പോയ അവസരത്തിൽ അല്ലാമ ഇക്ബാലിനാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലാമ ഇക്ബാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തെ, ആഗോള സമൂഹത്തെക്കുറിച്ച് പറയാറുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ വിലപ്പെട്ട നാഗരികതകൾ, അവരുടെ സയൻസ്, ശാസ്ത്രം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന ബോധമില്ലാത്തതാണ് എന്നെ വ്യാകുലനാക്കുന്നത്. പക്ഷെ നഷ്ടപ്പെട്ടു എന്ന ബോധം തിരിച്ചറിയുകയും അത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ശപഥം ചെയ്യുന്നതാണ് ഈ എക്സിബിഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് തന്നെയാണ് ആധുനിക കാലഘട്ടത്തെ ഇസ്ലാമീവൽക്കരിക്കാനുള്ള ഒന്നാമത്തെ ഉപാധി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ, ആധുനിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു തൈമിയ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും കുറിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി നേരിടുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിക്കുമ്പോൾ സംഭ്രാന്തരായി എന്നുള്ളതാ. ഇമാം ഖസാലി ഇഹ്യാഉലുമുദ്ദീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം രചിക്കുന്നത് അബ്ബാസിയ ഖിലാഫത്ത് അതിൻ്റെ ഉത്തുംഗയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഇത്രമാത്രം വിജ്ഞാനം കൊണ്ട് ധന്യമാക്കി ഔജ്വല്യമേയ ഒരു ഗ്രന്ഥം വരെ കാണാൻ പറ്റില്ലെന്ന് ഇപ്പം അടുത്ത് ഒരു പാശ്ചാത്യ ചിന്തകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ നിന്നും ഇമാം ഇബ്നു തൈമിയുടെ കാലഘട്ടമാകുമ്പോഴേക്കും സംഭവിക്കുന്നത് അബ്ബാസിയ ഖിലാഫത്ത് തകർന്നു. ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ താർത്താരികൾ വന്ന് തകർത്തു, തരിപ്പണമാക്കി. അതിന് പിന്നിലും ഒരു കഥയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് മഹാസംഭവങ്ങൾ ഉണ്ടായി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സാരഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇമാം അബു ഹനീഫയ്ക്കുണ്ടായ ദാരുണമായ ദുരന്തം, അതുപോലെ തന്നെ ഇമാം ഹംബൽ ഉണ്ടായ ദാരുണമായ ജീവിതാനുഭവങ്ങൾ. ഈ രണ്ട് അനുഭവങ്ങൾക്ക് ശേഷമാണ് ബഗ്ദാദ് തകരുന്നതും താർത്താരുകൾ മുഴുവനും തന്നെ നശിപ്പിക്കുന്നതും. ഖലീഫ മൻസൂർ വിഷം കുത്തിവെച്ച് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അവസാനം സുജൂദിലാണ് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ മരിക്കുന്നത്, വഫാത്താവുന്നത്. അതുപോലെ തന്നെ ഇമാം ഹംബലിന്റെ കൈകൾ കാമം വിട്ടുകൊണ്ടാണ് ബഗ്ദാദിലൂടെ നടത്തിച്ചത്. ആ മുഅ്തസിം
ഖലീഫ മുഅ്തസിം അവസാനം ചങ്കിസ് ഖാന്റെ താർത്താരുകളുടെ വാളിനിരയാവുകയാണ്. സമരമാണ് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ മുദ്രാവാക്യോട് മനസ്സിലാക്കേണ്ട കഥയാണത്. ഒരിക്കലും തന്നെ ഇസ്ലാമിൻ്റെ പ്രാമാണികമായ ആധാരശീലയിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് ആ മുഅ്തസിലത്തിന് അനുകൂലമായി വിധി പറയണമെന്ന് പറഞ്ഞ അവസരത്തിൽ മൻസൂറിൻ്റെയും മുഅ്തസിമിൻ്റെയും കാലഘട്ടത്തിൽ ഒരു ഇഞ്ച് വ്യതിചലിക്കാതെ ഉറച്ച വിശ്വാസത്തിൽ ഇമാം ഹംബലി ഉറച്ചു നിന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ബഗ്ദാദ് തന്നെ തകർന്നു, അബ്ബാസിയ ഖിലാഫത്ത് തന്നെ തകർന്നു. ആ തകർച്ചയുടെ കാലഘട്ടത്തിലെ കാലുഷ്യത്തിൽ നിന്നാണ് ഇബ്നു തൈമിയ്യയുടെ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ നവീകരണ ആശയങ്ങളും വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലുമുണ്ടായി ഷാവലിയുള്ള ദഹ്ലവിയുടെ കാലഘട്ടം. മുഗൾ സാമ്രാജ്യം സുൽത്താനേത്ത് ഭരണം അവസാനിച്ചു. മുഗൾ സാമ്രാജ്യം ഔറംഗസീബിൻ്റെ ഭരണത്തിന് ശേഷം ശിഥിലമാകാൻ തുടങ്ങി. ഇനി എന്ത് ഇന്ത്യയിൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കാലുഷ്യമുണ്ടായി എന്ന് മാത്രമല്ല, ഇന്ത്യ ദാറുൽ ഹർബാണോ ദാറുൽ ഇസ്ലാമാണെന്നുള്ള ചർച്ചയാണ് പിന്നെ വന്നത്. അവസാനം ഷാവലിയുള്ള ദഹ്ലവി ഫത്വ നൽകി, ഇത് ദാറുൽ ഹർബാണ്, എല്ലാവരും യുദ്ധം ചെയ്തോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ദാറുൽ ഹർബാണ് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ മകന് ഷാ അബ്ദുൽ അസീസ്, അതോടൊപ്പം തന്നെ ഷെയ്ഖ് അഹമ്മദ് ബറേലവിയുടെ നേതൃത്വത്തിൽ പോരാട്ടത്തിന് ഇറങ്ങുക. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ. ഈ പുരോഗമന ചിന്താഗതിക്കാർ ആ അവസരത്തിൽ അവർക്ക് ആവേശം വന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളായിരുന്നു. മക്കയിലേക്ക് പോകുന്നു, ഹജ്ജ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഹിജ്റ പോവുകയായി ഇന്ത്യയിൽ നിന്ന് എവിടത്തേക്ക്? പെഷവാറിലേക്ക്. പക്ഷെ പെഷവാറിലെ സുന്നികൾ എന്ന് കരുതപ്പെടുന്ന അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ ആശയത്തോട് നമുക്ക് യോജിപ്പില്ല. അവസാനം സ്വാത്തിലേക്ക് മടങ്ങുകയാ. രക്ഷയില്ല. ബലാൽക്കോട്ട് യുദ്ധത്തിൽ വെച്ചിട്ട് മുഴുവനും തകർത്ത് തെരിപ്പണമാകുകയാണ്. 80,000-ഓളം വരുന്ന ഭടന്മാരിൽ ഭൂരിഭാഗവും ഈ നേതാക്കളും തന്നെ തകർന്ന് തെരിപ്പണമാവുകയാണ്. അതിന് ചാരത്തിൽ നിന്നാണ് ദൈവബന്ധും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ചിന്താഗതിക്കാരൊക്കെ വരുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഒരു കാലഘട്ടത്തിൻ്റെ ചെറിയ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ നേരിടാൻ പറ്റാത്തപ്പോൾ അന്ന് ബംഗാളിലൊരു പ്രസ്ഥാനമുണ്ടായി. ആ പ്രസ്ഥാനക്കാർ പറഞ്ഞത്, ഇവിടെ ഇന്ത്യയിൽ ഇങ്ങനെയാണെങ്കിൽ ജുമാ നമസ്കാരം നമുക്ക് നിർബന്ധമില്ല. കാരണം ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്, നമുക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമില്ല. അതുമാത്രമല്ല, നമ്മുടെ ഖിലാഫത്ത് ഇവിടെയില്ല, അതുകൊണ്ട് ജുമാക്കാരും പോണ്ട, പെരുന്നാൾ ആരും ആഘോഷിക്കണ്ട. ഞാനിത് പറയുന്നത് വ്യതിചലനത്തിൻ്റെ അപഭ്രംശത്തിൻ്റെ ചില വശങ്ങൾ മാത്രമാണ്. ഇതേ ആശയത്തിൻ്റെ മറ്റൊരു രൂപം. ഇതിനെന്താണ് പ്രതിവിധി? ഇതിന് പ്രതിവിധി കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഞാൻ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹത്തോട് ആവശ്യം, അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുടെ പാളിച്ച. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, എന്ത്? ബ്രിട്ടീഷുകാരെ കെട്ടിപ്പിടിക്കുക, അത്ര തന്നെ. അദ്ദേഹം അതിന് അവസരമുണ്ടാക്കി. അദ്ദേഹം ബൈബിള് ഉറുദു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം പറഞ്ഞു, മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒരേ മതക്കാരാണ്, ഒരേ വേദക്കാരാണ്, വേണമെങ്കിൽ പരസ്പരം കല്യാണം കഴിച്ചോ. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി മുസ്ലിങ്ങളുടെ സംഘടന ഉണ്ടായി. ലോയൽ മുസ്ലിം മുഹമ്മദൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഘടന ഉണ്ടാക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം വരുന്നത് ഇവിടെ വെച്ചിട്ടാ. മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ 17-ാം നൂറ്റാണ്ടിലാണ് മറ്റെല്ലാവരും തന്നെ വരുന്നത്. ഇതില്ല. ഈജിപ്തിൽ മുഹമ്മദ് അബ്ദു വരുന്നു, റാഷിദ് റിദ വരുന്നു, അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി വരുന്നു. ഇതെല്ലാം തരുന്നത് ഇവരുടെ മുന്നിലുള്ള ആകെ ഒരു പ്രശ്നം എന്താ? എങ്ങനെ ഈ യൂറോപ്യൻ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയും ശക്തികളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കും? പക്ഷെ അതിന് കണ്ട ഒരു വഴി, ഇസ്ലാമിനെ ഒന്ന് മാറ്റി തിരുത്തുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് എന്താണ് പറയേണ്ടത്? ഒരു മോഡേണിസം ഉണ്ടാക്കുക. അതിന് വേണ്ടിയാണ് അൽ മനാർ എന്ന് പറയുന്ന ഒരു മാസിക അവിടെ ഇറക്കി. എവിടെ? ഈജിപ്തിൽ. അൽ മനാർ അപ്പടി കേരളത്തിൽ വക്കം മൗലവി പകർത്തി, പിന്നീട് കെ മൗലവിയും പകർത്തി. മനാറിൽ നിന്ന്, മനാർ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഹൗസ്, നല്ല അർത്ഥ. പക്ഷേ ഇവിടെ കാലുഷ്യത്തിൻ്റെ ലൈറ്റ് ഹൗസാണ് ഇവിടെ വഹിച്ചു. ഗ്രാൻഡ് മുഫ്തിയായി മുഹമ്മദ് അബ്ദുവിനെ നിയമിച്ചു ഈജിപ്തിൽ, അൽ ഹസറിൽ റക്ടറായിരിക്കുന്ന സമയത്ത്. അവസാനം അദ്ദേഹം ഫത്വ നൽകി,
ക്രിസ്ത്യാനികളും ജൂതന്മാരും അറുത്ത ഇറച്ചി നമുക്ക് കഴിക്കാം. അതായത് തെരുവിൽ കൈറോവിൻ്റെയും അലക്സാണ്ടറിയുടെയും തെരുവിലിരിക്കുന്നവരും ഇജ്തിഹാദിൻ്റെ മാർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇജ്തിഹാദിൻ്റെ കവാടങ്ങൾ അങ്ങനെ തുറന്നു കൊടുത്തു. എല്ലാവരുടെയും കയ്യിൽ ഇജ്തിഹാദ്. റാഷിദ് റിദ എന്ന അവസരത്തിലും അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും ഇജ്തിഹാദുമായി മുന്നോട്ട് പോയ അവസാനം ഇസ്ലാം ഉണ്ടാവില്ല. കാരണം 1922-23 ആകുമ്പോഴേക്കും ഉസ്മാനിയ ഖിലാഫത്ത് മുഴുവൻ തകർത്ത് തരിപ്പണമായി. പിന്നീട് ഇജ്തിഹാദുമായി മുന്നോട്ട് പോയ രക്ഷ ഉണ്ടാകുന്ന പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കുറച്ച് സഡൻ ബ്രേക്ക് ഇടേണ്ടിയിരിക്കുന്നു, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സഡൻ ബ്രേക്ക് ഇട്ടിട്ട് പലയില്ല. അവിടെ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന നവോത്ഥാന നായകനുണ്ടല്ലോ, ഇപ്പോഴും നവോത്ഥാന നായകനായിട്ടാണ് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിനെ നന്നാക്കാൻ ഏക വഴിയായുള്ളൂ, അതിൻ്റെ എല്ലാ ഷിയാറുകളെയും എല്ലാ അടയാളങ്ങളെയും തന്നെ തുർക്കിയിൽ നിന്നും തന്നെ വിഭാടനം ചെയ്യുക. അങ്ങനെ വിഭാടനം ചെയ്തു. തുർക്കി തൊപ്പി മാറ്റി, തർബൂഷ് മാറ്റി, ഹാറ്റ് ഇടാൻ തുടങ്ങി. കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ പഴയ ഷർട്ട് ഇടാൻ പറ്റില്ല, കോട്ടിടണം, ടൈ കെട്ടണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അറബി ഭാഷ പറ്റൂല, ഇംഗ്ലീഷ് ഭാഷയെ പറ്റുള്ളൂ. ബാങ്ക് വിളിക്കുന്നത് തുർക്കി ഭാഷയിലായിക്കൂടെ എന്ന് അദ്ദേഹം പലരോടും ആലോചിച്ചു. അവസാനം ഇസ്ലാമിൻ്റെ അവസാനത്തെ ഷിയാറുകളെയും തന്നെ തൂത്തെറിഞ്ഞും കൊണ്ട് വെള്ളിയാഴ്ച വന്നോ പെരുന്നാൾ വന്നോ എന്ന് അറിയാത്ത വിധത്തിൽ ആ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനത്തെ അദ്ദേഹം മാറ്റിയെടുത്തു. നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് നമ്മൾ പുരോഗമിക്കണമെങ്കിൽ, ശാസ്ത്രജ്ഞന്മാരുണ്ടാകണമെങ്കിൽ, അതുപോലെ തന്നെ സാങ്കേതികമായി മുന്നേറണമെങ്കിൽ, അധികാരം നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെങ്കിൽ, പട്ടാളം നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെങ്കിൽ പടിഞ്ഞാറിനെ പോലെ ആവണം. തെറ്റായിരുന്നു. പടിഞ്ഞാറിനെ പോലെ അല്ലാതെ ചൈന, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂര് ഇവരൊരിക്കലും തന്നെ പടിഞ്ഞാറിനെ അനുധാവനം ചെയ്തവരല്ല. ഇത് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ജപ്പാൻ ഒരിക്കലും തന്നെ പടിഞ്ഞാറിനെ അനുധാവനം ചെയ്തിരുന്നില്ല. സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും ജപ്പാൻ വലിയ ശക്തിയാണ്. ഇന്തോനേഷ്യയും മലേഷ്യയും തന്നെ ഇസ്ലാമിൻ്റെ ഷിയാറുകളെ പരമാവധി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രസ്ഥാനക്കാർക്ക്, പുരോഗമന പ്രസ്ഥാനക്കാർക്ക്, പരിഷ്കരണ പ്രസ്ഥാനക്കാർക്ക് അത് പറ്റില്ല. അവർ പറഞ്ഞു മാറിയേ പറ്റൂ, സ്ത്രീകളെ വലിച്ചിഴക്കണം. അതുമാത്രമല്ല എല്ലാം തന്നെ മലയാള ഭാഷയിലാവണം, ഹുതുബ അടക്കം മലയാള ഭാഷയിലാവണം. ഇവർ ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇത് തന്നെയാണ്, സ്വദേശീവൽക്കരണ. പിതാക്കാത്തിൻ്റെ സ്വദേശീവൽക്കരണമല്ല, നമ്മുടെ ഇവിടുത്തെ ഇസ്ലാമിനെ സ്വദേശീവൽക്കരിക്കുക എന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 1922 തുടങ്ങി അവസാനം 2013 ഈ 100 വർഷത്തെ ബാലൻസ് ഷീറ്റുകൾ എടുത്തു നോക്ക്. ഈ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം നാഗരികതയ്ക്ക് എന്ത് സംഭാവന ചെയ്തു? കാലുഷ്യം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. സുന്നി പ്രസ്ഥാനമാണെങ്കിൽ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി അറിഞ്ഞുകൊണ്ട് എന്നെ വന്യനായ ഉസ്താദ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് അദ്ദേഹത്തോട് ഉസ്താദിനോട് ചോദിക്കുകയുണ്ടായി ഒരു റിസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ, സുന്നി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ പ്രസക്തി എന്താ? ഒരു വിദ്യാർത്ഥി നിലക്ക് ചോദിച്ചതാ. അത് എണ്ണി പറഞ്ഞു കാലഘട്ടത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലെയും വെല്ലുവിളികളെ സുന്നി പ്രസ്ഥാനം എങ്ങനെ നേരിട്ടു. സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും കാലഘട്ടം എന്ന അവസരത്തിൽ SYS ഉണ്ടാക്കി. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുന്ന അവസരത്തിൽ സുന്നി യുവന സംഘത്തിന് അതിൻ്റെ കർമ്മരേഖ മുഴുവനും തന്നെ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസം ഉണ്ടാക്കിയ അവസരത്തിൽ മതപാഠശാലകളെ മുഴുവനും തന്നെ ഗവൺമെൻറ്റിൻ്റെ അധീനത്തിൽ നിന്ന് മാറ്റിയ അവസരത്തിൽ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. 70കളിൽ കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ KSUയും അതുപോലെ തന്നെ SFIയും വിദ്യാർത്ഥികളെ മുഴുവനും തന്നെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന സമയത്ത് 73 SSF ഉണ്ടാക്കി. ഇത്രമാത്രം ചാലകശക്തിയുള്ള സജീവതയുള്ള വേറെ ഏത് തരം പ്രസ്ഥാനമാണുള്ളത് എന്ന് വ്യംഗ്യേന ചോദിച്ചപ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥികൾക്ക് തലകുലിക്കാനേ കഴിഞ്ഞുള്ളൂ. അതേ സമയത്ത് ഈ പറയുന്ന ഈ പ്രസ്ഥാനം, ഈ പുരോഗമന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ 100 വർഷം കൊണ്ട് എന്തുണ്ടാക്കിയെന്നൊരു ബാലൻസ് ഷീറ്റ് എടുത്തു നോക്ക്. നിങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. അവരിന്ന് എവിടെ എത്തി നിൽക്കുന്നു? എത്ര സംഘടനയാ, എത്ര ഗ്രൂപ്പാ, ഐക്യ സംഘമാണല്ലോ. ഇന്ന് അവരുടെ ഐക്യം എത്രയാ? ഭൂതപ്രേത പിശാചുക്കളാണ് അവരുടെ ഇമാമുകളായി ഇപ്പം മാറിയിരിക്കുന്നത്. ഐക്യസംഘമാണ് ഇവര്. എന്തൊരു ഐക്യം നോക്കണ്ടേ? റോഡ് മലിനമായിരിക്കുക, മലീമസമായിരിക്കുകയാണ് കേരളത്തിലെ സാമൂഹ്യ മത അന്തരീക്ഷം മുഴുവനും തന്നെ. ജിന്ന് മനുഷ്യന്മാരുടെ കാര്യത്തിലല്ല, ജിന്നിൻ്റെ കാര്യത്തിലാണ്. അത് ഏറ്റവും വലിയ തമാശ.
ഒന്ന് നോക്കിയേ, ഒരു കാലഘട്ടത്തിൽ സുന്നികളെ പറഞ്ഞു കവർ ആരാധകർ, ശ്മശാന പൂജകർ. ഇന്നിവർ പൂജിക്കുന്നത് ജിന്നിനെ, ഭൂതത്തെ. സൗദി അറേബ്യയിലുണ്ടായിരുന്നു കഴിഞ്ഞ 4 വർഷം എനിക്ക് അനുഭവിക്കുന്നു. ഓരോ ബുധനാഴ്ചയും ജിദ്ദയിൽ ഒരു ഹെഡ് ഓഫീസിൽ നിന്ന് ജിന്നെ ഇറക്കുകയാണ്. അവിടുത്തെ റിസാല സ്റ്റഡീസ് സെൽക്കൻ്റെ പ്രവർത്തകൻ കൂട്ടിക്കൊണ്ടുപോയി എന്തെല്ലാം ജിന്നുകളാണ് അവിടെ ഇറങ്ങുന്നത് എന്നുള്ളത്. വഹാബിസം എത്തി നിൽക്കുന്ന പതനം നോക്കണം സംഭവം. അത് ഇവിടെ സമയം മുഴുവനും ചെലവഴിച്ചത് ജുമാ ഖുതുബ മലയാളത്തിലാകണമെന്ന ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അടുത്ത കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് ഫത്വ നൽകി. എന്ത് നിങ്ങൾ പ്രസംഗിച്ചോ, പക്ഷേ ജുമാ അറബി ഭാഷയിൽ തന്നെ ആവണം. വഹാബിസത്തിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഫത്വ ഇറക്കുന്നത്. തറാബി 8 റക്അത്ത് വേണോ 20 റക്അത്ത് വേണോ എന്ന് സുന്നികളോട് മത്സരിച്ചു. പക്ഷേ ഹറമൈനി അബ്ദുള്ള രാജാവ് ഭരിക്കുന്ന വിശുദ്ധ ഹറമിൽ 2 ഹറമിലും ഇപ്പോഴും 20 റക്അത്ത്. അവിടെ ഒരു തർക്കവും ഇല്ല. നബിദിനം കൊണ്ടാടുന്നത് സുന്നികളുടെ ബിദ്അത്താണ് എന്ന അറബ് ന്യൂസ് എന്ന് പറയുന്ന പ്രമുഖമായ സൗദി അറേബ്യയിലെ പത്രത്തിൽ എല്ലാ നബിദിനത്തിൻ്റെയും അന്ന് പ്രഗത്ഭരായ എഴുത്തുകാർ, ഖാലിദ് മഅയ്ന അല്ലെങ്കിൽ മുൻ വാർത്താവിനിമയ മന്ത്രി ഒരു ലേഖനം എഴുതും നബിയുടെ എല്ലാ പ്രകീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ട്. അപ്പോൾ പറയൂ, എന്നും നബിദിനം നമ്മൾ കൊണ്ടാടേണ്ടതുണ്ട് എന്ന്. എന്തുമാത്രം ഇവിടെ ശബ്ദ മലിനീകരണം നടത്തി നബിദിനം കൊണ്ടാടുന്നതിൻ്റെ പേരിൽ. ഇതാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അവസാനം വരവും ചെലവും എന്ന് വെച്ചാൽ 0 എന്ന് മാത്രമേ ഇവരിൽ ഇത് കാണാൻ പറ്റുള്ളൂ. സംഭവം 0 ആയിരിക്കുക. ആ സമയത്ത് നിങ്ങൾ നോക്കണം, നിങ്ങൾ എത്ര കാതം മുന്നോട്ട് പോയി. നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ? ഇപ്പോഴും ഇവർ ചർച്ച ചെയ്യുന്നതോ സഹോദര്യ ബന്ധോ, അയൽവാസി ബന്ധോ, അതുപോലെ തന്നെ തിന്നാൽ ഏത് കൈയാണ് കഴുകേണ്ടത്, ഇടതാണോ വലതാണോ എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ SSF ഇമ്പീരിയലിസത്തെ കുറിച്ച്, സിയോണിസത്തെ കുറിച്ച്, നവ ലിബറലിസത്തിനെ കുറിച്ച്, ആഗോളിവൽക്കരണത്തെ കുറിച്ച്, അതുപോലെ തന്നെ ആധുനികമായ എല്ലാതരം വിദ്യകളെക്കുറിച്ച് എവിടെയോ നഷ്ടപ്പെട്ടത് മുഴുവനും തന്നെ തിരിച്ചെടുക്കാനുള്ള ആവേശത്തോടു കൂടി കാശ്മീരിൽ നിന്ന് കുറേ പത്രപ്രവർത്തകർ വന്നു. അന്ന് മർക്കസിൻ്റെ സമ്മേളനത്തിൽ കാലിക്കറ്റ് ടവറിൽ നിന്നും അവിടെ മർക്കസിലേക്ക് പോകുന്ന അവസരത്തിൽ പത്രപ്രവർത്തകർ ഇടയ്ക്കിടെ പറയുന്നു, മിസ്റ്റർ ഖാസിം ഉസ്താദ് ഈസ് എ ഹിസ്റ്ററി ആൻഡ് ഹീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഹിസ്റ്ററി. 6000 വിദ്യാർത്ഥികളെ ഒരേ സ്ഥാപനത്തിൽ താമസിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് ഇന്ന് ലോകത്തെവിടെയാണുള്ളത് എന്നും പറഞ്ഞു കാശ്മീരിലെ പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞ അവസരത്തിൽ ഞാൻ പറഞ്ഞു, പണ്ട് ബഗ്ദാദിലുണ്ടായിരുന്നു, ബഗ്ദാദിൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾ കേരളം വീണ്ടെടുക്കാൻ പോവുകയാണ് പറഞ്ഞ സമയത്തിൽ അദ്ദേഹം ചിരിക്കുകയുണ്ടായി. ഈ യാഥാസ്ഥികര് എന്ന് പറയുന്ന, ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറയുന്ന സുന്നി വിഭാഗം നടന്ന് കുതിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്കെൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള SSFൻ്റെ കർമ്മപരന്മാരോട്, നമ്മുടെ മുന്നിൽ ചെറിയ ചില മാതൃകയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ തുർക്കി മാതൃക തന്നെയാണ്. ഈ പറയുന്ന കുറേ നേതാക്കന്മാർ ഈ കാലഘട്ടത്തിലും പുതിയ കുറേ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേതാക്കന്മാരുടെയൊക്കെ കൂട്ടത്തിൽ ഒരു പക്ഷേ നമുക്കൊക്കെ തന്നെ ഒരു പരമാവധി ആശ്രയിക്കാൻ പറ്റുന്നൊരു നേതാവ് നജ്മുദ്ദീൻ അർബക്കാനാണ്. നജ്മുദ്ദീൻ അർബക്കാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്രമായ അടിത്തറ സുന്നിസമാണ്. അദ്ദേഹം നക്ഷബന്ദി തരീക്കത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് സംഭവം. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഈ കമാലിസ്റ്റ് തുർക്കിയെ മോചിപ്പിക്കാൻ വേണ്ടി ഏക മാർഗം ഒന്ന് ഇവിടെ ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരിക, ആധ്യാത്മികമായി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. മുസ്ലിം സമൂഹത്തെ പരിഷ്കരിപ്പിക്കുക എന്നതല്ല അദ്ദേഹം പറയുന്നത്. അവരിൽ ഇസ്ലാമികമായ മൊറാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം വലിയൊരു എൻജിനീയറാണ്. ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസപരമായി എൻജിനീയറൊക്കെ ഉണ്ടാക്കുക, മറുഭാഗത്ത് അവരിൽ ആത്മീയത ഉണ്ടാക്കുക. ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ ആത്മീയതയല്ല. മൊയ്നുദ്ദീൻ ചിസ്തിയും അതുപോലെ തന്നെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയും കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിയൊക്കെ തന്നെ നമുക്ക് കാണിച്ച സൂഫിസത്തിൻ്റെ ആത്മീയതയുണ്ട്. ഇന്ത്യ പോലെയുള്ള കോൺടാക്സിൽ 80 കോടി ഹിന്ദു സഹോദരങ്ങളുടെ കൂടെ ജീവിക്കുന്ന അവസരത്തിൽ ഇസ്ലാമിൻ്റെ പ്രശോഭനമായ മുഖം കാണിക്കുന്ന ഒരു ആത്മീയത, സാവർത്തിൻ്റെ ആത്മീയത. ഈ പറയുന്ന പരിഷ്കരണ പ്രസ്ഥാനക്കാർ മുഴുവനും തന്നെ സുന്നികളെ കുറ്റപ്പെടുത്തിയത് നിങ്ങൾ ഇവിടുത്തെ ജീവിക്കുന്ന കാലാവസ്ഥയുമായി വല്ലാതെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കളുടെ വികാരങ്ങൾ നമ്മൾ മാനിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വികാരങ്ങൾ നമ്മൾ മാനിക്കുന്നുണ്ട്. അവരുടെ സാംസ്കാരികമായ ഒന്നിനും നമ്മൾ തന്നെ ഇടപെടാറില്ല. ആ കോംപ്രമൈസ് എന്നും ആവശ്യമാണ്. ആ ഒരു ആത്മീയത,
തുർക്കി അവസാനം എന്ത് നേരത്തെ പറഞ്ഞ അർബക്കാന്റെ തുർക്കി ഇപ്പോൾ റജബ് തയ്യിബ് ഉർദുഗാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയുകയുണ്ടായി, SSFന്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നന്നായിരുന്നു. അടിയുറച്ചും കൊണ്ടുള്ള ഒരു വിശ്വാസദാർഢ്യം, അതോടൊപ്പം തന്നെ ആധുനികത മുഴുവനും തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയണം. അദ്ദേഹത്തിൻ്റെ മകൾ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ തുർക്കിയിൽ അങ്കാറ യൂണിവേഴ്സിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ഇസ്തംബൂൾ യൂണിവേഴ്സിറ്റി ആവട്ടെ, തല മറച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് ക്യാമ്പസിൽ പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് അദ്ദേഹം മക്കളെ അമേരിക്കയിലേക്ക് പഠിപ്പിക്കാൻ അയച്ച നിശ്ചയദാർഢ്യമുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗങ്ങൾ കമാലിസ്റ്റ് ജീർണതകൾ പറയുകയുണ്ടായി. നിങ്ങളുടെ ഭാര്യ തല മറച്ചും കൊണ്ടാണ് ഞങ്ങളെ നാളെ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ ഞങ്ങൾ സൽക്കാരത്തിന് വരില്ല എന്ന് പറഞ്ഞ അവസരത്തിൽ എൻ്റെ ഭാര്യ ഔറത്ത് മറച്ചും കൊണ്ട് അവിടെ നിങ്ങളെ ആതിഥ്യം അരുളുന്ന അവസരത്തിൽ അതിൽ ഇഷ്ടമുള്ളവർ വന്നാൽ മതി, ഒരിക്കലും തന്നെ ഇസ്ലാമിനെ പിച്ചു ചീന്താൻ അധികാരത്തിന് വേണ്ടി തയ്യാറല്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഈ ഒരു മാതൃക നല്ലൊരു മാതൃകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, അടിയുറച്ച വിശ്വാസം നേരത്തെ പൊന്മൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഇത്തരം പരിഷ്കരണ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കാണുന്ന അവസരത്തിൽ ദല്ലേത് പതിരേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. താൽക്കാലികമായ പ്രതിഭാസമാ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറേ നേതാക്കന്മാർ കാഴ്ചവെച്ച പ്രത്യശാസ്ത്രത്തിന് ആധുനിക കാലഘട്ടത്തിൽ ഒന്നും സംഭാവന ചെയ്യാൻ പറ്റുന്നു. മാത്രമല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രത്യശാസ്ത്രം ഇന്ന് ലോകത്തിൻ്റെ ഭീഷണിയായി മാറിയിരിക്കുക. തുറന്നു പറയുക, ഒരുപക്ഷെ മാധ്യമങ്ങൾ അതിശയോക്തി കാണിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ 100% സത്യമല്ലായിരിക്കാം. പക്ഷേ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച 22 ഭീകരരിൽ 19 പേരും വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും തന്നെ തുർക്കിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഒരു അൽഖായിദയുടെ ഭീകരവാദി ഉണ്ടായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലാവട്ടെ, ഇന്ന് സിറിയയിലാവട്ടെ, നാനത്തിൻ്റെ 4 ഭാഗത്തും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന വാക്ക് വഹാബി ടെററിസ്റ്റ്, സലഫി ടെററിസ്റ്റ്. സലഫിസം എന്ന് പറയുന്നത് സലഫി സ്വാലിഹ്യങ്ങളുടെ വഴിയല്ല, നേരെ മറിച്ച് അപജയത്തിൻ്റെ വഴിയാണ് എന്ന് ഇന്ന് 160 കോടി വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ് ഈ ആത്യന്തിക ചിന്താഗതിക്കാർ. നാശം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യതിചലനം അവസാന ഘട്ടത്തിൽ നാശം വിധിക്കും. എന്തിന് പറയുന്നു, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും തന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും തന്നെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാത രാജപാതയാ, തെറ്റിൻ്റെ പാതയല്ല, അപഭ്രംശത്തിൻ്റെ പാതയല്ല. കൂടുതൽ വെല്ലുവിളികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. ഒരു കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകാലഘട്ടത്തിൽ 70 വർഷം കൊണ്ട് ഇസ്ലാമിനെ മുഴുവനും തന്നെ വിഭാജനം ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഇസ്ലാം തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ തിരിച്ചു വന്ന ഇസ്ലാം വഹാബി ഇസ്ലാമല്ല, സലഫി ഇസ്ലാമല്ല, നേരെ മറിച്ച് സുന്നി ഇസ്ലാമാ. ആധികാരികമായ 1-2 ഗ്രന്ഥങ്ങൾ വരികയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ഭരണകാലഘട്ടത്തിൽ അടുക്കളയിൽ വെച്ച് ആരും അറിയാതെ നോമ്പെടുത്ത സ്ത്രീകൾ, അതുപോലെ തന്നെ ഇരുട്ടറയിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചവർ, മക്കളെ മുഴുവനും തന്നെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി പെരുന്നാൾ ആഘോഷിച്ചവരുടെ 3-ാം തലമുറ നഷ്ടപ്പെട്ട ഇസ്ലാമും വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്തംബൂളും അതുപോലെ പ്രധാനപ്പെട്ട തുർക്കിയിലെ നഗരങ്ങളും തന്നെ കമാലിസ്റ്റ് അത്താതുർക്കിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന സമയത്ത് അനാത്തോലിയ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പുനരുത്ഥാനം ഉണ്ടായിരിക്കുന്നത്. ഈ അനാത്തോലിയ സുന്നിസത്തിൻ്റെ കേന്ദ്രമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഭാവി ഇസ്ലാമിന് ഒരിക്കലും തന്നെ ആത്യന്തിക തീവ്രവാദ വർഗീയ ശക്തികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഭാവി ഇസ്ലാം സമാധാനത്തിൻ്റെ ഇസ്ലാമാണ്. ആ സമാധാനത്തിൻ്റെ ഇസ്ലാം മാത്രമേ ലോകത്തിൻ്റെ ഇസ്ലാമിൻ്റെ ശോഭനമായ മുഖം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ശപഥമെടുക്കുക, ഇസ്ലാമിൻ്റെ ശോഭനമായ മുഖം കാണിച്ചും കൊണ്ട് 85 കോടി വരുന്ന ഹിന്ദു സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ ഇതര ജനവിഭാഗങ്ങൾക്കും ശാന്തിയും സമാധാനവും സൗഭാത്രവും നൽകുന്ന ഒരു നല്ല മതം, ഒരു ചിന്താഗതി, ഒരു പ്രത്യശാസ്ത്രം മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഈ സാദാത്യങ്ങളുടെ പണ്ഡിതന്മാരുടെ കാലടിപ്പാടുകൾ അനുധാവനം ചെയ്യുമെന്നും ശബ്ദമെടുത്തുകൊണ്ട് തിരിച്ചു പോവുക. ഇൻഷാ അല്ലാഹ് വരുന്ന കാലം നമ്മുടേതാണ്. പടച്ച തമ്പുരാൻ അതിന് തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.